നമസ്കാരം. ശബരിമലയിൽ അയ്യന്റെ സ്വർണമെല്ലാം കൊള്ളയടിച്ചിട്ട് ജനങ്ങളെ പൊട്ടൻ കളിപ്പിക്കുകയാണോ സർക്കാർ ചെയ്യുന്നത്? ശരിക്കും ഈ കേസിൽ ശബരിമലയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഒന്നും നടക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ശരിക്കും വാസ്തവമാണ് പറഞ്ഞത്. കള്ളൻ കപ്പലിൽ ഉണ്ടായിരുന്നിട്ടും ആ കപ്പലിലെ കവർച്ച കള്ളന്റെ അറിവോടെ അല്ല എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്ത സാഹചര്യത്തിലായിരുന്നു ചെന്നിത്തലയുടെ അഭിപ്രായ പ്രകടനം. കേസിൽ വമ്പൻ സ്രാവുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. കേസിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചു എങ്കിലും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മൊഴികളിൽ അവ്യക്തത നിലനിൽക്കുന്നതായാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സ്പോൺസർ എന്ന നിലയിൽ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയമുണ്ട് എന്ന് കടകംപള്ളി സമ്മതിച്ചു എങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും അതിനെക്കുറിച്ച് അറിവില്ല എന്നാണ് കടകംപള്ളിയുടെ ഉറച്ച നിലപാട്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വഴിവിട്ട സഹായങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് കടകംപള്ളി നൽകിയ മറുപടികൾ തൃപ്തികരമല്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന സൂചനയാണ് SIT നൽകുന്നത്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ 100ഓളം ചോദ്യങ്ങളാണ് കടകംപള്ളിക്ക് നേരിടേണ്ടി വന്നത്. സ്വർണം പൂശാനായി ശില്പങ്ങൾ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ സർക്കാരിന്റെയോ മന്ത്രിയുടെയോ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ കൂടി അറിവോടെയും നിർദ്ദേശപ്രകാരവുമാണ് തീരുമാനങ്ങൾ എടുത്തതെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി കടകംപള്ളിയെ പ്രതിരോധത്തിലാക്കുകയാണ്. പ്രതിയായ പോറ്റി കഴക്കൂട്ടം മണ്ഡലത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ കടകംപള്ളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജയിലിലെത്തി വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നത് ശബരിമല വിഷയത്തിൽ വിശദീകരണവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാനിരിക്കുന്ന CPM-നെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ കേസ് CBIക്ക് വിടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കേസ് കേന്ദ്ര ഏജൻസി ഏറ്റെടുത്താൽ കളി മാറുമെന്ന തിരിച്ചറിവിൽ സർക്കാരും CPM-ഉം കടുത്ത ആശങ്കയിലാണ്. അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഇറീഡിയം പുരാവസ്തു തട്ടിപ്പ് മാഫിയയ്ക്ക് കവർച്ചയിൽ പങ്കുണ്ടെന്നും SIT തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ കേരളത്തിന് പുറത്തുള്ള സാമ്പത്തിക ഇടപാടുകൾ പുറത്തുകൊണ്ടുവരാൻ CBI അന്വേഷണം അനിവാര്യമാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നിലവിൽ മന്ത്രിയുടെ മൊഴികളിലെ അവ്യക്തതയിൽ തട്ടി നിൽക്കുമ്പോൾ CBI എത്തുന്നതോടെ ഉന്നതതല ഗൂഢാലോചനകൾ പുറത്തു വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. CBI അന്വേഷണത്തിലെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കേസായതിനാൽ അന്വേഷണത്തിൽ പുരോഗതി ഇല്ലാത്ത പക്ഷം കോടതി തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ശബരിമല വിഷയത്തിൽ പാർട്ടിക്ക് തെറ്റു പറ്റിയിട്ടില്ലെന്ന് വിശദീകരിക്കാൻ വീടുകൾ കയറാൻ തീരുമാനിച്ച CPM-ന് CBI അന്വേഷണം എന്ന ഭീഷണി വലിയ തിരിച്ചടി കൂടിയാവുകയാണ്. പത്മകുമാർ അറസ്റ്റിലായിട്ടും പാർട്ടി നടപടിയെടുക്കാത്തത് CBI ഭയന്നാണ് എന്ന ആരോപണവും ഇതോടെ ശക്തമാണ്. കേസിൽ റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളി. 40 ദിവസമായി ജയിലിൽ കഴിയുന്നു എന്ന് പത്മകുമാർ കോടതിയെ അറിയിച്ചു. എന്നാൽ ഒരു പരിധിക്കപ്പുറം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് ഹൈക്കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ജാമ്യം തള്ളിയ കോടതി ഹർജികൾ പരിഗണിക്കുന്നത് അവധിക്ക് ശേഷം മാത്രമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശബരിമല കൊള്ളക്കേസിലെ വമ്പൻ സ്രാവുകൾ കുടുങ്ങാൻ ഇനി അധിക നാളില്ല. കാരണം കേന്ദ്രം ഇറങ്ങിക്കഴിഞ്ഞു.